കേരളമാകെ അഴിമതിയാണ്. സജി മഞ്ഞ കടമ്പൻ സിന്ദാബാദ്, സജി മഞ്ഞ കടമ്പൻ സിന്ദാബാദ്. അഴിമതിയാണ്, അഴിമതിയാണ്, കേരളമാകെ അഴിമതിയാണ്. സ്വർണ്ണക്കടത്തും കൊലപാതകവും കേരളമാകെ വ്യാപിച്ചു. മാഫിയ സർക്കാർ രാജിവെക്കുക. അഴിമതിയാണ്, അഴിമതിയാണ്, കേരളമാകെ അഴിമതിയാണ്. സ്വർണ്ണക്കടത്തും കൊലപാതകവും കേരളമാകെ വ്യാപിച്ചു. മാഫിയ സർക്കാർ രാജിവെക്കുക. അൻവറിന്റെ ആരോപണത്തിലെ നിജസ്ഥിതി വെളിച്ചത്ത് കൊണ്ടുവരിക. അന്വേഷണം CBIക്ക് കൈമാറുക. അൻവറിന്റെ ആരോപണത്തിലെ നിജസ്ഥിതി വെളിച്ചത്ത് കൊണ്ടുവരിക. അന്വേഷണം CBIക്ക് കൈമാറുക. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് സിന്ദാബാദ്, കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് സിന്ദാബാദ്. ശ്രീ സജി മഞ്ഞക്കടമ്പൻ നയിക്കുന്ന കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ഇന്ന് ഇവിടെയുള്ള പല രാഷ്ട്രീയ കക്ഷികളും പ്രതിപക്ഷത്തിലെ പ്രധാന രാഷ്ട്രീയ കക്ഷികളടക്കം അടിച്ചു നിൽക്കുമ്പോൾ ഈ കേരള സർക്കാരിന്റെ അഴിമതി തുറന്നു കാട്ടുവാൻ വേണ്ടി, ഇവരുടെ ഇരട്ടമുഖത്വം തുറന്നു കാട്ടുവാൻ വേണ്ടി ഞങ്ങൾ ഇന്ന് ഈ സെക്രട്ടേറിയറ്റിന്റെ പടിക്കലേക്ക് വന്നിരിക്കുകയാണ്. വിവിധ ജില്ലകളിൽ നിന്ന്, കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക്കിന്റെ പ്രവർത്തകർ ഇവിടെ അണിനിരക്കുകയാണ്. കേരള സർക്കാർ ഇന്ന് കാട്ടിക്കൂട്ടുന്ന ഈ കൊള്ളരുതായ്മകൾക്കെതിരെ പ്രതിഷേധിക്കുവാനായി, ഈ ധർണ ഉദ്ഘാടനം ചെയ്യുവാനായി നമ്മളുടെ പ്രിയങ്കരനായ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക്കിന്റെ പ്രിയങ്കരനായ നേതാവ് ശ്രീ സജി മഞ്ഞക്കടമ്പൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സ്വർണ്ണക്കടത്തിനെ കുറിച്ചും കൊലപാതകത്തെ കുറിച്ചും ഇവിടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ പോലീസ് മേധാവികളുടെ നേതൃത്വത്തിൽ ഇവിടെ അഴിമതി നടക്കുന്നു, സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നു, കൊലപാതകം പോലെ നടക്കുന്നു എന്നാണ് ഇവിടെ അൻവർ MLA സൂചിപ്പിച്ചിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ അവസരത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് പറയുവാനുള്ളത്, അൻവർ MLA പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരണം. ജനങ്ങൾക്ക് അത് അറിയുവാനുള്ള അല്ലെങ്കിൽ അവകാശമുണ്ട്. അതുകൊണ്ട് അൻവർ MLAയുടെ ആരോപണങ്ങളെ സംബന്ധിച്ച് കൃത്യമായി സമഗ്രമായ അന്വേഷണം വേണം. ഇവിടെ കേരള ഗവൺമെന്റിനെ പിണറായി വിജയന്റെ പോലീസ് അന്വേഷിച്ചാൽ ഇതിന് യാതൊരു തരത്തിലുള്ള അല്ലെങ്കിൽ അന്വേഷണ പുരോഗതി ഉണ്ടാവില്ല. അതുകൊണ്ട് CBIയെ തന്നെ ഇതിന്റെ അന്വേഷണം ഏൽപ്പിക്കണമെന്നാണ് കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടാറുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാണ്ട് 8 വർഷക്കാലമായി കേരളം ഭരിച്ചു മുടിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നാറിയ കഥകൾ ആണ് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏത് മേഖല പരിശോധിച്ചാലും അഴിമതി കൊണ്ട് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നു. കേരള മക്കൾക്കാകെ നാണക്കേടുണ്ടാക്കുന്ന ഒരു ഭരണമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അഴിമതി മാത്രമോ, വിലക്കയറ്റം എവിടെയാണ് നിൽക്കുന്നത്? കേരളത്തിലെ പാവപ്പെട്ട ആളുകൾ ഇന്ന് വിലക്കയറ്റം കൊണ്ട് നിൽക്കുന്നു. ഇന്ന് വിലക്കയറ്റം കാരണം ഇവിടുത്തെ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഇവിടെ ആളുകൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, പട്ടിണി കിടന്ന് മരിക്കേണ്ട ഗതികേടിലേക്ക് നമ്മുടെ സംസ്ഥാനം മാറുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കോട്ടയം സമരം ചെയ്തു. എന്താ ഇവിടെ കൃഷിക്കാരൻ ആ നെല്ല് ഉൽപ്പാദിപ്പിച്ച നെല്ലിന്റെ വില സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്നില്ല. ആ വില കൊടുക്കാതെ ഗവൺമെന്റ് ജനങ്ങളെ പറ്റിക്കുന്നു. കാർഷിക വിളകളുടെ ആകമാനം വില തകർച്ച ഉണ്ടായിരിക്കുന്നു. ആ കാർഷിക വിളകളുടെ വില തകർച്ച പരിഹരിക്കുവാൻ ഈ ഗവൺമെന്റ് യാതൊരു തരത്തിലുള്ള ആത്മാർത്ഥതയും കാണിച്ചിട്ടില്ല. അങ്ങനെ ഏത് മേഖല പരിശോധിച്ചാലും ഇവിടെ അഴിമതി കൊണ്ട് അല്ലെങ്കിൽ നിറച്ചു നിൽക്കുന്ന ഒരു ഗവൺമെന്റ്, അല്ലെങ്കിൽ ഇവിടെ വിലക്കയറ്റം കൊണ്ട് ജനങ്ങളെ പൊറുതിമുട്ടിക്കുന്ന ഒരു ഗവൺമെന്റ്. അതുകൊണ്ട് ഈ ഗവൺമെന്റ് ഇനി ധാർമ്മികമായി ഭരിക്കുവാനുള്ള അവകാശമില്ല എന്നാണ് കേരള കോൺഗ്രസ് പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മിസ്റ്റർ പിണറായി വിജയൻ അങ്ങ് രാജിവെച്ചുകൊണ്ട് ഈ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ നീതി പുലർത്തണമെന്നാണ്. നമുക്കറിയാം, ഇന്ന് കേരളത്തിന് പ്രതിപക്ഷമുണ്ടോ എന്ന് പോലും അറിയില്ല. ആരാധനായ പാർട്ടിയുടെ ചെയർമാൻ ശ്രീ സജി മഞ്ഞക്കടമ്പിൽ, കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ ഡോക്ടർ ദിനേശ് കർത്ത, ശേഷം സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, ഇന്നത്തെ ഈ ധർണാ സമരത്തെ സംബന്ധിച്ച് വളരെ വിശദമായി
നമ്മുടെ ആരാധ്യനായ ചെയർമാൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ന് കേരളത്തില് അങ്ങ് വടക്കേ അറ്റം മുതൽ ഇങ്ങ് തെക്കേ അറ്റം വരെ ഒരു ഭരണ മാഫിയ നിലനിൽക്കുകയാണ്. സാധാരണക്കാർക്ക് ജീവിക്കാനാവാത്ത ഒരു സാഹചര്യം. ഓണം അടുത്തിരിക്കുന്നു. കടകളിൽ ചെന്നാൽ തീ വിലയ്ക്ക് സാധനം വാങ്ങാൻ ആർക്കും സാധിക്കുന്നില്ല. ഈ കൊല്ലത്തെ ഓണാഘോഷങ്ങള് താറുമാറാകുന്ന ലക്ഷണമാണ് നമ്മൾ കാണുന്നത്. സപ്ലൈകോയില് സാധനങ്ങളില്ല. എന്നാല് തുറന്ന വിപണിയില് അമിത വില കൊടുത്ത് വാങ്ങാൻ സാധാരണക്കാർക്ക് വരുമാനവുമില്ല. അപ്പോഴാണ് ഇവിടെ ഈ മാഫിയ അധികാരത്തിന്റെ തണലില് ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാധാരണക്കാർക്കൊപ്പമാണ്, ഈ നാട്ടിലെ കർഷകർക്കൊപ്പമാണ്, ഈ നാട്ടിലെ ജനങ്ങളുടെ കണ്ണീരൊപ്പാനാണ്. നമ്മുടെ പാർട്ടി ചെയർമാൻ